ശശി തരൂര് എന്ത് നിലപാടായിരിക്കും എടുക്കാൻ പോകുന്നത്? ഈ ചോദ്യം കുറെ നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് ശശി തരൂർ തന്നെയാണ്. തരൂർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭയം കോൺഗ്രസ്സുകാർക്കാണ്. തരൂര് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അതിനാരും വ്യക്തമായ മറുപടി കൊടുക്കാറുമില്ല. അത് എപ്പോഴും വളരെ നിർണായക ഘട്ടത്തിൽ തന്നെയാണ് തരൂർ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ശശി തരൂർ കോൺഗ്രസിന്റെ കുടുംബ വാഴ്ചയെക്കുറിച്ച്, അതായത് അവരുടെ ഒരു കുടുംബ ബിസിനസ്സാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് പ്രിയങ്ക ഗാന്ധി വരെ ആ നെഹ്റു കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന ഒരു കുത്ത് തന്നെയാണ്. ഇപ്പോൾ അത് സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലും പ്രിയങ്കയിലും വധേരയിലും, പ്രിയങ്ക വധേരയുടെ 2 മക്കളെയും അടുത്ത കാലത്ത് വയനാട്ടിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു പോയല്ലോ. അപ്പോൾ ആ ബിസിനസ് ഇങ്ങനെ ഇനിയും പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് കൂടിയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തില് ശശി തരൂരിന്റെ ചോദ്യം പ്രസക്തമാണ്. എല്ലാവരും ശരിവെക്കുന്നുണ്ട് തരൂരിന്റെ ഈ ചോദ്യത്തിന്. അപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു മറു ചോദ്യമുണ്ട്, എല്ലായിടത്തും മക്കൾ രാഷ്ട്രീയം ഉണ്ടല്ലോ എന്ന്. കരുണാകരൻ തന്റെ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. EMS കൊണ്ടുവന്നിട്ടുണ്ട്. EMSന്റെ മകനെ മുകുന്ദപുരം മണ്ഡലത്തില് മത്സരിച്ചിട്ടുണ്ട്, EM ശ്രീധരൻ. അതുപോലെ മറ്റുള്ളവരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് മക്കൾ രാഷ്ട്രീയമാണ്. അവർ കൊണ്ടുവരുന്നു. അവർക്ക് കഴിയുമെങ്കിൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിലായിരുന്നു, ഇപ്പോൾ BJP-യിലാണ്. PC ജോർജിന്റെ മകൻ, അത് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ കയറിപ്പോകും. ഇതല്ല ശശി തരൂർ ഉദ്ദേശിച്ചത്. കോൺഗ്രസിന്റെ കെട്ടിയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കളയ്ക്കകത്താണ് കെട്ടിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പുങ്കവൻ എന്താണ് അവിടെ ചെയ്യുന്നത്? സോണിയാഗാന്ധിയുടെ കുശിനിക്കാരനാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എഴുതി കൊടുക്കുന്നത് വന്നിരുന്ന വാർത്താ സമ്മേളനത്തിൽ വിളമ്പിയിട്ട് പോകുന്നു. 2 പേരുടെ സഹായത്തോടു കൂടിയാണ് ആ കടൽക്കിഴവനെ കൊണ്ടുവന്ന് വാർത്താ സമ്മേളനത്തിന് പിടിച്ചിരുത്തുന്നത്. എന്തുകൊണ്ട് തരൂരിനെ അവർ നേരത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നില്ല? അവർക്കറിയാം തരൂരിന്റെ തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെന്നും ഒരു വിഷൻ ഉണ്ടെന്നും കോൺഗ്രസ് ഏത് രീതിയിൽ പോകണമെന്നും അറിയാം. അപ്പോൾ ഈ സോണിയ അമ്മച്ചിയുടെ അടുക്കളയ്ക്കകത്ത് നിന്ന് കോൺഗ്രസിനെ പുറത്തു കൊണ്ടുവന്ന് കെട്ടും എന്നറിയാം. തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ 10 സീറ്റ് കൂടുതൽ കണ്ടേനെ കോൺഗ്രസിന്. അതിന് ഇവർക്ക് താല്പര്യമില്ല. കാരണം രാഹുലിന് എന്ന് പറയുന്ന ആ പപ്പുമോനിലും പ്രിയങ്കയിലുമായിട്ട് ഇവരുടെ ആ ഇൻഡസ്ട്രി, അവരുടെ വ്യവസായം, ആ രാഷ്ട്രീയം, അവരുടെ ആ കുടുംബ ബിസിനസ് ഇങ്ങനെ മുമ്പോട്ട് പോകണം. 2019 പ്രധാനമന്ത്രിയാവിക്കളയും എന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി വയനാട്ടിൽ വന്നു നിന്ന് മത്സരിച്ച് ജയിച്ചുപോയി. ഇപ്പോഴും എന്താണ്, ഞാൻ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദേശങ്ങളിൽ നടക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തില്? എന്താണ് യോഗ്യത? ഇതൊക്കെ തന്നെയാണ് ശശി തരൂർ ചോദിച്ചത്. തരൂർ മുമ്പൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയില്ല എന്ന്. കാരണം തരൂര് നരേന്ദ്രമോദിയുടെ ചില പ്രവർത്തനങ്ങളെ പുകഴ്ത്തി, ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച, ട്രംപിന് ഇങ്ങോട്ടുള്ള സമീപനം ആദ്യകാലങ്ങളിൽ, അപ്പൊ ഇതിനെയൊക്കെ തന്നെ ശശി തരൂർ ആ ഒരു നയതന്ത്ര പാടവത്തോടുകൂടി വിശകലനം ചെയ്തു. അതിവർക്ക് കോൺഗ്രസ്സുകാർക്ക് രുചിച്ചില്ല. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതും തരൂർ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തരൂർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പോയി രാഷ്ട്രീയവും ചരിത്രവും പഠിക്കുമെന്ന്.
അതിന് ചരിത്രം പഠിക്കാൻ രാഹുൽ ഗാന്ധി കണ്ടിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു മുതൽ പ്രിയങ്ക വരെ നിൽക്കുന്ന ആ ചരിത്രമേ അവർക്കറിയത്തുള്ളൂ. അവരുടെ ആ നെഹ്റു കുടുംബത്തിന്റെ അടുക്കള രാഷ്ട്രീയം മാത്രമാണ് അറിയാവുന്നത്. എന്ത് ചരിത്രം അറിയാം? ഒരു ചരിത്രവും അറിയത്തില്ല. ഇന്ത്യയുടെ ചരിത്രം പോലും നേരാവണ്ണം അറിയാൻ വയ്യാത്ത ഈ പപ്പുമോനാണ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാനെന്നും പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നത്. അപ്പോൾ തരൂർ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ തരൂർ കൊടുത്തിരിക്കുന്നതും തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് നിരന്തരമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആ കാസർഗോഡ് MP മാത്രമാണ്. 2 തവണ കാസർഗോഡ് നിന്ന് ജയിച്ചതിന്റെ ആ ഒരു ഉന്മാദം വിട്ടുമാറിയിട്ടില്ല. നിന്നിടത്തെല്ലാം 8 നിലയിൽ പൊട്ടിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോഴേ സോണിയാഗാന്ധിക്ക് പാദസേവ ചെയ്ത് രാഹുൽ ഗാന്ധിക്കും പാദസേവ ചെയ്ത് നടക്കുകയാണ്. അതിനാണ് ശശി തരൂരിനെ എതിർക്കുന്നത്. കഴിയുമെങ്കിൽ ഇനി MP സ്ഥാനത്ത് നിന്ന് ഇങ്ങ് വന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് നിന്ന് മത്സരിക്കാൻ മോഹിച്ച് നടക്കുകയാണ്. കാര്യമെന്താ? ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നന്നായിട്ട് അറിയാം. BJPയുടെ കാലമാണ് ഇനിയുള്ളത് എന്നും ഉണ്ണിത്താൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിഷ്ടകാലം കേരള രാഷ്ട്രീയത്തിൽ വന്നു നിന്ന് ഉദുമയിലോ മറ്റോ നിന്ന് മത്സരിച്ച് വിജയിച്ച് പറ്റുമെങ്കിൽ ഒരു മന്ത്രി കൂടിയാകാനുള്ള അത്യാർത്തി മൂത്ത് നിൽക്കുകയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന MP-ക്ക്. രാജ്മോഹൻ ഉണ്ണിത്താന് തരൂർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള യോഗ്യതയില്ല. തരൂരിന്റെ ഔന്നത്യം എവിടെ? ഉണ്ണിത്താൻ എവിടെ കിടക്കുന്നു? തരൂരിനെ സംബന്ധിച്ചിടത്തോളം MP എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബയോഡേറ്റയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഇനമാണ്. ശരിയാണ്, MP എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹം വിദേശത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൾക്കൂട്ടവും ആരവവും. ഇദ്ദേഹം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, ചിന്തകനാണ്, നയതന്ത്ര വിദഗ്ധൻ കൂടിയാണ്. അങ്ങനെയുള്ള ശശി തരൂരിന് ആ കഴിവുകൾ മനസ്സിലാക്കി വേണ്ടത്ര സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തരൂർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തരൂർ തന്നെ പറഞ്ഞല്ലോ, എന്റെ കഴിവുകളെ നിങ്ങൾ ഉപയോഗിക്കൂ. അത് അനുവദിക്കത്തില്ല. 2009 തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ കോൺഗ്രസുകാർ പാര വെച്ച് നോക്കിയതാണ്, പരാജയപ്പെട്ടു പോയി. കാരണം തിരുവനന്തപുരത്തുകാർ എന്ന് പറയുന്നത് അതൊരു അക്കാദമിക് നഗരം കൂടിയാണ്. ഇത്തരത്തില് ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വലിയ പ്രൊഫൈലുള്ള ശശി തരൂര് തിരുവനന്തപുരത്ത് വരുമ്പോൾ അത് തിരുവനന്തപുരത്തിന്റെ നേട്ടമായിട്ട് പലരും കണ്ടു എന്നുള്ളതാണ്. വിശ്വപൗരനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. അങ്ങനെയുള്ള ഒരു പ്രൊഫൈലാണ് തിരുവനന്തപുരത്തുകാർ അംഗീകരിച്ചത്. പക്ഷെ കോൺഗ്രസുകാർക്ക് വേണ്ട തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തിന്? കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിലായിരുന്നു കോൺഗ്രസുകാരുടെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഇവിടെ തരൂർ ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. തരൂരിന് കോൺഗ്രസിന് പുറത്താക്കാൻ കഴിയത്തില്ല. തരൂർ ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.